പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 12 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡ്സ് കറണ്ട് അഫേഴ്സ്. ഓരോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. ജെഡ്സ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? 6 മെഡലുകൾ. 2024 പാരീസ് ഒളിമ്പിക്സ് അവസാനിച്ചു. ഇന്ത്യക്ക് ഈ പ്രാവശ്യത്തെ പാരീസ് ഒളിമ്പിക്സിൽ ലഭിച്ചിട്ടുള്ളത് 6 മെഡൽ ആണ്. ഇതിൽ 1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെയാണ് 6 മെഡൽസ്. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് 71st, അതായത് 71ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത്. 2020 ഇന്ത്യക്ക് 48ാമത്തെ റാങ്ക് ആയിരുന്നു. 1 സ്വർണവും 2 വെള്ളിയും 4 ബ്രോൺസ് ആണ് ഇന്ത്യക്ക് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ലഭിച്ചത്. എന്നാൽ ഈ പ്രാവശ്യം അത് ഗോൾഡ് ഇന്ത്യക്ക് ലഭിച്ചില്ല. സിൽവർ ആണെങ്കിൽ 1 മാത്രമേ ലഭിച്ചുള്ളൂ. ബാക്കി 5 ബ്രോൺസ് ആണ് ലഭിച്ചത്. ആദ്യത്തെ 2 മെഡൽസ് ബ്രോൺസ് മെഡൽ ഇന്ത്യക്ക് ലഭിച്ചത് മനു ഭാക്കർ, ഷൂട്ടർ ആയിട്ടുള്ള മനു ഭാക്കറിൽ നിന്നാണ്. 3ാമത്തേതും ഷൂട്ടിങ്ങിലായിരുന്നു, അതായത് സ്വപ്നിൽ കുസാലെ ആദ്യത്തെ മെൻസ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഇന്ത്യക്ക് ബ്രോൺസ് മെഡൽ നേടിക്കൊടുത്തു. ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് 50 മീറ്റർ റൈഫിൾ ഇനത്തിൽ ഒരു മെഡൽ ലഭിക്കുന്നത്. ഇത് സ്വപ്നിൽ കുസാലെയായിരുന്നു. 4ാമത്തെ മെഡൽ ഇന്ത്യക്ക് ലഭിച്ചത് ഹോക്കിയിൽ നിന്നാണ്, അതും ബ്രോൺസ് ആണ്. സ്പെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഹോക്കിയിൽ ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 5ാമത്തേത് നീരജ് ചോപ്രയായിരുന്നു, സിൽവർ മെഡൽ. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യക്ക് ഗോൾഡ് ആയിരുന്നു ഈ ഇനത്തിൽ. എന്നാൽ ഈ പ്രാവശ്യം നീരജ് ചോപ്ര 2ാം സ്ഥാനത്തേക്ക് എത്തി. 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് പാകിസ്ഥാന്റെ എ നദീം ആണ്. എ നദീം 92.97 മീറ്റർ എറിഞ്ഞുകൊണ്ട് ഒളിമ്പിക്സ് റെക്കോർഡാണ് തിരുത്തിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ പ്ലെയർ ആയിട്ടുള്ള നദീമിന്റെ പരിശീലനം എല്ലാം ഒരു സാധാരണ നിലയിൽ തന്നെയായിരുന്നു. കാരണം പാകിസ്ഥാൻ സ്പോർട്സിൽ താല്പര്യമുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് വളരെ പുറകിൽ നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട്. 6ാമത്തെ മെഡൽ ലഭിച്ചിട്ടുള്ളത് അമൻ ഷെരാവത്ത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെഡൽ നേടുന്ന വ്യക്തിയായിട്ട് മാറി അമൻ ഷെരാവത്ത്. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗിനാണ് അമൻ ഷെരാവത്തിന് മെഡൽ ലഭിച്ചിട്ടുള്ളത്. 6 മെഡൽസ് ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്, 1 വെള്ളിയും 5 ബ്രോൺസും. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ഔദ്യോഗിക റെഡ് ലിസ്റ്റിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള പുഷ്പം ഏതാണ്? നീലക്കുറിഞ്ഞി. സ്ട്രോബിലാൻഡസ് കുന്തിയാന എന്നറിയപ്പെടുന്ന നീലക്കുറിഞ്ഞി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ നേച്ചർ എന്ന ഓർഗനൈസേഷന്റെ IUCN എന്ന ഓർഗനൈസേഷന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ചെടികൾ, ജീവികൾ എന്ന ആ ലിസ്റ്റിലാണ് ഇപ്പോൾ നീലക്കുറിഞ്ഞി എന്ന പുഷ്പവും ഉൾപ്പെട്ടിരിക്കുന്നത്. 12 വർഷം കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഇപ്പോൾ അതിന്റെ എണ്ണവും കുറഞ്ഞു വരികയാണ്. കേരളം, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലെ പശ്ചിമഘട്ടത്തിലെ ഷോല വനങ്ങളിലാണ് നീലക്കുറിഞ്ഞി കാണപ്പെടുന്നത്. 12 വർഷത്തിൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഇനി അടുത്തത് 2030 പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ടിമോർ ലെസ്റ്റെ നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റെ. 2024 ഓഗസ്റ്റ് 10 ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ടിമോർ ലെസ്റ്റെ എന്ന് പറയുന്ന രാഷ്ട്രം സന്ദർശിക്കുകയും ആ വേളയിൽ ടിമോർ ലെസ്റ്റെ എന്ന രാജ്യം നൽകിയിട്ടുള്ള ഏറ്റവും പരമോന്നതമായിട്ടുള്ള സിവിലിയൻ അവാർഡ് ആണ് ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റെ. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ പൊതുസേവനം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലയിലെ അവരുടെ നേട്ടങ്ങൾ പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകിയിട്ടുള്ളത്. തിമോർ ലെസ്റ്റ് എന്ന് പറയുന്ന രാജ്യം ഇത് കിഴക്കൻ തിമോറിന്റെ പകുതി ദ്വീപ്, അതായത് ഒരു ദ്വീപിന്റെ പകുതിയാണ് തിമോർ ലെസ്റ്റ്. മറ്റൊരു ഭാഗം പറയുമ്പോൾ തിമോർ എന്നതാണ്. അപ്പൊ തിമോർ എന്ന് പറയുന്ന ഈ രാജ്യം ഇത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാഷ്ട്രമാണ്. ഇതിന്റെ തലസ്ഥാനമാണ് ദില്ലി. ഇവിടുത്തെ ഭാഷയാണ് ടെക്ടൂൺ പോർട്ടുഗീസ്. ഒരു ചെറിയ രാജ്യമായിട്ടുള്ള തിമോറിന്റെ ജനസംഖ്യ എന്ന് പറയുമ്പോൾ കേവലം 13.4 ലക്ഷമാണ്. ഇത് 2022 ലോകബാങ്കിന്റെ കണക്കാണ്. തിമോർ ലെസ്റ്റെ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജനസംഖ്യയാണ് 13.4 ലക്ഷം. ഇന്ത്യൻ വ്യോമസേന പങ്കെടുത്ത ഏത് രാജ്യമാണ് ഉദാരശക്തി 2024 എന്ന അഭ്യാസത്തിന് ആതിഥേയത്വം വഹിച്ചത്? മലേഷ്യ. ഇന്ത്യ മലേഷ്യ ഒരു ജോയിന്റ് എക്സസൈസ് ആണ് ഉദാരശക്തി. ഈ എക്സസൈസ് നടന്നിട്ടുള്ളത് ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 9 വരെയായിരുന്നു. ഇത് മലേഷ്യയിലെ കോണ്ടോൺ എന്ന സ്ഥലത്ത് വെച്ച് നടന്നിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. മലേഷ്യയിലെ എയർഫോഴ്സ് ആയിട്ടുള്ള റോയൽ മലേഷ്യൻ എയർഫോഴ്സ്
RMAFും ഇന്ത്യൻ എയർഫോഴ്സിന്റെ സംയുക്തമായിട്ടുള്ള ഒരു എക്സസൈസ് ആയിരുന്നു ഉദാർ ശക്തി. ഇന്ത്യയുടെ Su-30 MKI ഫൈറ്റർ ജെറ്റ് ആണ് ഉദാർ ശക്തി 2024 എന്ന എക്സസൈസിൽ പങ്കെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ RMAFിന്റെയും Su-30 MKM എന്ന ഫൈറ്റർ വിമാനമാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ കേവലം വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ 30 MKI ആണെങ്കിൽ മലേഷ്യയുടെ 30 MKM ഫൈറ്റർ വിമാനമാണ്. 2024 ഓഗസ്റ്റ് 10 അന്തരിച്ച മുൻ വിദേശകാര്യമന്ത്രി നട്വർ സിംഗ് ഏത് പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു? മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ഗവൺമെന്റിൽ വിദേശകാര്യമന്ത്രിയായിട്ട് സേവനം നൽകിയിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു നട്വർ സിംഗ്. അദ്ദേഹം ഈ കഴിഞ്ഞ ശനിയാഴ്ച അന്തരിച്ചു. 2004-05 കാലഘട്ടത്തിലാണ് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗിന്റെ UPA ഗവൺമെന്റിൽ വിദേശകാര്യമന്ത്രിയായിട്ട് സേവനം നൽകിയിട്ടുള്ളത്. കൂടാതെ 1980 മുതൽ 82 വരെ പാകിസ്ഥാനിലെ ഇന്ത്യൻ അംബാസഡറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. 2024 ഓഗസ്റ്റ് 10 ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയായി ആരാണ് നിയമിതനായത്? TV സോമനാഥൻ. മുൻ IAS ഓഫീസർ ആയിട്ടുള്ള 1987 ബാച്ചിലെ IAS ഓഫീസറായിട്ടുള്ള TV സോമനാഥൻ അദ്ദേഹം ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തു. 2025 മെയിൽ റിട്ടയർ ചെയ്യുന്ന അദ്ദേഹം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്, അതായത് ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഈ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ടോക്കിയോ ഒളിമ്പിക്സ് 2020 മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് എന്തായിരുന്നു? 48. കഴിഞ്ഞ ഒളിമ്പിക്സ്, അതായത് 32ാമത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ റാങ്ക് 48 ആയിരുന്നു. ഈ പ്രാവശ്യത്തെ ഇന്ത്യയുടെ റാങ്ക് ആണ് 71. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? 6. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ഔദ്യോഗിക റെഡ് ലിസ്റ്റിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള പുഷ്പം ഏതാണ്? നീലക്കുറിഞ്ഞി. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് തിമോർ ലെസ്റ്റെ നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റെ. ഇന്ത്യൻ വ്യോമസേന പങ്കെടുത്ത ഏത് രാജ്യമാണ് ഉദാരശക്തി 2024 എന്ന അഭ്യാസത്തിന് ആതിഥ്യം വഹിച്ചത്? മലേഷ്യ. 2024 ഓഗസ്റ്റ് 10 അന്തരിച്ച മുൻ വിദേശകാര്യമന്ത്രി നട്വർ സിംഗ് ഏത് പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു? മൻമോഹൻ സിംഗ്. 2024 ഓഗസ്റ്റ് 10 ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയായി ആരാണ് നിയമിതനായത്? TV സോമനാഥൻ. ഇന്ന് ഓഗസ്റ്റ് 12 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹൂ ഇസ് ദ യങ്ങസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ മെഡൽ അറ്റ് ദി സമ്മർ ഒളിമ്പിക്സ്? സമ്മർ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ആരാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകി വരുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.